ഒരു ഗ്ലാസ് തണുത്ത വെള്ളം വേണമായിരുന്നു. ഫ്രിഡ്ജിലുണ്ട്. വേണ്ട, താനെടുത്ത് നന്നായി. എനിക്ക് വേണ്ടി ഒരു കവിത. താങ്ക് യു. താങ്ക് യു. ഈ മറുകാണുകൾ വേറെ ഉണ്ടോ? എവിടെ? ഈ മറുകിൽ ഞാനൊരു മോച്ചോട്ടെ. നീയാണോ? അമ്മയും തേടി അവിടെ ഉണ്ട്. എന്താട്ടാ? അതെ, ഒന്നുമില്ല. കഴിഞ്ഞെങ്കിൽ ഒന്ന് പാത്രം കഴുത്താടി. എന്താടാ വെള്ളം? എടുത്തരാ. മല്ലിപ്പൊടി തീർന്നില്ലടി? ഉണ്ട്. പിന്നെ വാങ്ങേണ്ട കാര്യമില്ലല്ലോ. സോറി. എന്തടി? അച്ഛനമ്മയ്ക്ക് ഉമ്മ കൊടുത്ത്. ഗുഡ് നൈറ്റ്.
സുമേ അമ്മേ ഒന്ന് മാറിക്കാമേ. നോക്കട്ടെ, ഇതിപ്പോ കഴിയും. അമ്മ എനിക്ക് കുറച്ച് ഡൗട്ട്സ് ഒക്കെ ക്ലിയർ ചെയ്യാനുണ്ട്. അപ്പൊ നിനക്ക് നാളെ ചിരിച്ചൊക്കെ വേണ്ടേ? ചില പിന്നെ ഉണ്ടാക്കാമല്ലോ അമ്മേ. എന്താ അത്? എനിക്ക് വേണ്ടി വാങ്ങിയതാ. മസാല ദോശ. മസാല ദോശ എന്തൊക്കെ വേണം? എനിക്കൊന്നും വേണ്ട, അമ്മ തന്നെ എന്നാ മതി. ആഹാ. നിനക്ക് വേണ്ടല്ലോ? ഇഷ്ടായ ഇവൻ ഈ ടൈപ്പ് പ്രാന്തം പാട്ടേ കേൾക്കുള്ളൂ. രാവിലെ മുതൽ മുറിയടച്ചിരിക്കുന്ന ഒന്നും കഴിച്ചിട്ടുമില്ല. എപ്പോൾ നോക്കിയാലും ബാൽക്കണിയിൽ നിന്ന് വിദൂരതയിലേക്ക് നോക്കിയുള്ളിരിപ്പം ഇത് പറ്റിയിട്ടുണ്ട്. എങ്ങനെ പറ്റായിരിക്കും? ഈ ടൈപ്പ് പാട്ടല്ലേ കേൾക്കുന്നത്? ഉള്ളത് അല്ലായിരുന്നുണ്ടോ? പിള്ളേർ പറയണ അച്ഛന് മ്യൂസിക് സെൻസ് ഇല്ല എന്നാ. എനിക്കാ? താനേ ഞാൻ പഠിച്ച സ്കൂളിലും കോളേജിലും പോയി ഒന്ന് അന്വേഷിച്ചു നോക്ക്. അപ്പം അറിയാം എനിക്ക് പാട്ട് പാടാൻ അറിയോ. അപ്പം ഞാൻ പോട്ടെ. ഇരിക്കടോ, പാട്ട് കേൾക്കണ്ടേ? ശരിക്കും ശരിക്കും കേട്ടോ. അല്ലിയാമ്പൽ കടവിലന്നരയ്ക്കു വെള്ളം അന്ന് നമ്മളൊന്നായി തുഴഞ്ഞില്ലേ കൊതുമ്പൂവള്ളം നമ്മുടെ നെഞ്ചിലാകെ ശരിക്കും യേശുദാസ് പാടണമാരി ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ, ഇതല്ല വേറൊരു പാട്ടുണ്ട് എനിക്ക് സെക്കൻഡ് പ്രൈസ് കിട്ടിയത്. ഏതായിരുന്നു? കായാമ്പൂ കണ്ണു അച്ഛൻ ഇതുവരെ വന്നിട്ടില്ല. വിളിച്ചിട്ട് ഫോൺ എടുക്കണില്ല. നിന്നെ വിളിച്ചായിരുന്നോ? എനിക്കാകെ പേടിയാവുന്ന അബി, നീ ഒന്ന് വിളിച്ചു നോക്കിയേ. അച്ഛൻ വന്നോളൂ. അങ്ങനെ പറഞ്ഞാ എങ്ങനെയാ? എത്ര നേരമായിട്ട് ഞാൻ നോക്കിക്കണമെന്ന് അറിയാമോ? മൊബൈലിലെ നിരയിലുള്ളത് ഒന്ന് വിളിച്ചേ. അമ്മ വെറുതെ ടെൻഷൻ അടിക്കില്ലേ? അച്ഛൻ ഇങ്ങോട്ട് വരാതെ ഈ രാത്രി എവിടെ പോകാന്? എന്റെ ടെൻഷൻ നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. ഇന്ന് ലീവാണെന്ന് അച്ഛൻ പറഞ്ഞേ. എവിടെ പോയെന്ന് ആർക്കറിയാം. വിളിച്ചോട്ട് എടുക്കുകയില്ല. വെറുതെ തീ തീറ്റിക്കാൻ വേണ്ടിയിട്ട്. ജെയിംസേട്ടൻ നമ്പറില്ല നിന്റെ കയ്യില്? ഒന്ന് വിളിച്ചേ അബി, ഒന്ന് വിളിക്കടാ. ഇതാ വന്നു. എന്താ രഘുട്ടാ ഞാൻ വിളിച്ചിട്ട് ഫോൺ എടുക്കാഞ്ഞേ? ഞാൻ ശരിക്കും പേടിച്ചു പോയി കേട്ടോ. ഒന്ന് വിളിച്ച് പറഞ്ഞൂടെ? എന്തു പറ്റി? ഈ മാബി ഫ്രണ്ട്സും കൂടെ ചുമ്മാ കളിപ്പിച്ച. അപ്പൊ കണ്ടില്ലേ? ഒന്നും നമ്മൾ വിചാരിച്ചു വിടലോ. വെറുതെ അവരുടെ മുമ്പിൽ കോമാളി. സാരല്ല, പോയി കുളിച്ചിട്ടോ. ഞാൻ ഭക്ഷണം എടുത്ത് വയ്ക്കാം. തന്നിരിക്കേ. ഒന്നാലോചിച്ച ചില കാര്യങ്ങളൊക്കെ നടന്നത് നല്ലതിന് വേണ്ടിയല്ലേ? പോയി കുളിച്ചിട്ടോ.